ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ. റോസ്റ്റ് ടൈപ്പിൽ നമ്മൾ ചെറുപയർ മുളപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ഇത്രയും ഹെൽത്തി ആയിട്ടൊരു ഫുഡ് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് ചെറുപയർ മുളപ്പിച്ചെടുക്കണേ എന്നുള്ള എല്ലാം നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഗൈസ്. വരൂ നമുക്കപ്പോൾ പോയിട്ട് ചെറുപയറൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി മുളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മുളപ്പിച്ച പയറുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. മുളപ്പിച്ച പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് എപ്പോഴും കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഇതിൽ ഉപ്പ് പിടിക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് പിന്നീട് ചേർക്കുക കേട്ടോ കുറവാണെങ്കിൽ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. നമ്മൾ ഡെയിലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലതാണ് കേട്ടോ. ഇത് ഇതുപോലെ മുളപ്പിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. നോർമൽ നമ്മൾ ചെറുപയർ കറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ എത്രയോ ബെറ്ററാണ് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ആ മുളപ്പിച്ചെടുക്കേണ്ട ആ ഒരു ടൈം ഗ്യാപ്പ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു മണമൊക്കെ വരും നമുക്കിതിൽ. അപ്പോൾ ഏകദേശം ഒരു ഫ്രൈ ആയ പോലത്തെ ഒരു മണമൊക്കെ വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ വേണ്ടുള്ളൂ. ഇത് നമ്മൾ കൂടുതലൊന്നും ഇതിന് പണിയൊന്നുമില്ല. ഇത് കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. മുളപ്പിച്ചത് അങ്ങനെ കഴിക്കുകയാണെങ്കിലും പച്ച തന്നെ കഴിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. പക്ഷെ ആ ഒരു പച്ച കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലിപ്പോൾ ഒന്നുമില്ല. നമ്മൾ കുരുമുളക് പൊടി ഇട്ടു, അതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച റെസിപ്പി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു റോസ്റ്റ് ടൈപ്പിലുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എന്നാൽ വളരെ ഹെൽത്ത് വൈസ് നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു ഐറ്റവും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.